ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇത് നമ്മുടെ വെള്ളക്കടല കൊണ്ടുള്ള നല്ല ചന മസാലയും പൂരിയാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ചന മസാല പല രീതിയിലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൽ ഒരു രീതി ഞാനും വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിന് വേറെ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാദ്യം നമ്മൾ വെള്ളക്കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് അത് വേവിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ടീ പാക്കറ്റുകളുണ്ടെങ്കിൽ അത് ഒന്നിട്ടാലും മതി കേട്ടോ, ഈ വെള്ളക്കടലയ്ക്ക് കളർ ചേഞ്ച് വരാനായിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, അതുപോലെ ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു 4-5 വിസിൽ വരുത്തുന്നുണ്ട്. 3-4 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വേവ് അനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയിട്ട് ഈ ബേ ലീഫും ഏലക്ക, പട്ട ഇതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കടിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ, അപ്പോൾ അത് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാനും നോക്കാം. അപ്പോൾ വിസിലൊക്കെ വന്നിട്ട് ആവി പോണവർ അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സാധാരണ ജീരകം 1/4 ടീസ്പൂൺ, പെരുംജീരകം 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ ജീരകം എന്ന് പറയും, അതായത് ബിരിയാണി അരിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് ആർക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിലേക്ക് ഇടണമെന്നില്ല. പെരുംജീരകം സാധാരണ ജീരകം ചേർത്താലും മതി കേട്ടോ. അങ്ങനെ ആ ജീരകങ്ങൾ ചേർത്തതിന് ശേഷം അത് ജീരകങ്ങളൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു 3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുണ്ടായിരുന്നു. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു നോർമൽ എരിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എടുത്തോളൂ. അപ്പോൾ അങ്ങനെ പച്ചമുളക് നീളത്തിൽ കീറിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 സബോള ചെറുതായി അരിഞ്ഞു, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സബോള നമ്മുടെ ചോപ്പറിൽ വേണച്ചാൽ നന്നായി ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടിടാം, അല്ലെങ്കിൽ അരച്ചിട്ടും ചേർക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ നന്നായി വഴറ്റിയെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു. അതുപോലെ തന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വഴറ്റി സബോളയൊക്കെ ഒന്ന് വെന്ത് ഉടയുന്ന പോലെ വഴറ്റും ഞാൻ കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സബോള ഇവിടെ അങ്ങനെ വഴറ്റുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് ഒരു കതിര് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളി അരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം, വലിയ തക്കാളി വെച്ചാൽ 1 മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ തക്കാളി കഷ്ണങ്ങളാക്കി മിക്സർ ജാറിൽ അരച്ചവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അരച്ചവിടെ മാറ്റി വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ സബോളൊക്കെ ഒന്ന് വല്ലാതെ വഴന്ന് വന്നിട്ടില്ല. ഈ സമയം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് പൊടികളായ മല്ലിപ്പൊടി, അതായത് മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്, അതൊരു 1/4 സ്പൂൺ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച തക്കാളി ചേർക്കാം കേട്ടോ. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകുന്നവരെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അരച്ച് വെച്ച തക്കാളി അതിലേക്ക് ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തീ കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ തക്കാളിക്ക് ഒരു പച്ചച്ചോയ ഉണ്ടാവും, അത് പോവാനായിട്ടാണ് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ ചോയപ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ആ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ മാറ്റി വെച്ച കടല ഉണ്ടല്ലോ, ആ കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കടല വേവിച്ച വെള്ളം അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളച്ചുമ്പോൾ അത് നന്നായി കുറുകി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് കസൂരി മേത്തി പൊടിച്ചിടാം, കൈ കൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ചന മസാലയാണിത്. നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ ചന മസാല, നല്ല ടേസ്റ്റിയാണ്. അധികം മസാലക്കൂട്ടുകളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ചന മസാലയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ തന്നെ ആട്ടുണ്ടല്ലോ, അത് മാവ് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ പൂരി ഉണ്ടാക്കുകയാണ്. അത് എണ്ണ ഒഴിച്ച് പൂരി ഓരോന്നൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരത്തി വെച്ച പൂരി ഓരോന്നായിട്ട് നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത്
അങ്ങനെ നമ്മൾ പൂരിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇത് പൂരിയും ചന മസാലയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ, സി യു.